ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ലോങ് വീഡിയോസ് ഇട്ട് ഒരു വർഷത്തോളമായിരുന്നു വേണമെങ്കിൽ തോന്നുന്നു. വേണമെങ്കിൽ നല്ല അങ്ങനെ തോന്നുന്നു. പിന്നെ ഷോർട്സ് വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഷോർട്സ് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ലോങ് വീഡിയോ ഇടുന്നത് അതിയായ ആഗ്രഹം കൊണ്ട് ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലോങ് വീഡിയോ ഒന്നും ആയില്ല. രാവിലെ കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ വിട്ടു പോയി എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടത് കാടൊന്നുമല്ല, എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള പരിസരമുണ്ട്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവരിവിടെ ഇല്ല. അവരോട് എത്ര കാർഡ് എടുക്കാൻ പറ്റും, ഒരു കാർഡ് എടുക്കുന്നുമില്ല. പിന്നെ ഈ പഞ്ചായത്ത് മുഖേന ബന്ധപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. മഴ ശക്തി ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും, ശക്തി കൂടിയും കുറഞ്ഞും ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും വലിയ മഴ പെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഏക പ്രശ്നം തുണി ഉണക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പരിഹാരമായി ഞങ്ങൾ ചെയ്തൊരു സംഭവമാണ് നിങ്ങൾ ഇടയ്ക്ക് കണ്ടത് കേട്ടോ. അപ്പം ആദ്യം മഴ ഭയങ്കര കുറഞ്ഞിരുന്നു, പിന്നെ മഴ ശക്തമായിട്ട് മഴ ഒരുപാട് കാണാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ മഴ ഷൂട്ട് ചെയ്യാൻ അതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ജോലിക്ക് പോകണം, മക്കൾക്ക് അവധിയുള്ളൊരു ദിവസമാണ്. അപ്പം ഞാൻ വിൻഡോസൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാറ്റൊക്കെ കയറാൻ വേണ്ടി പഠിക്കുന്നത് വിൻഡോ ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തു ഇരിക്കുകയാണ്. അപ്പോൾ ചങ്കുറു രാവിലെ തന്നെ എണീറ്റ്, സത്ത എണീറ്റിട്ടില്ല. ചങ്കുറു ഈ സ്കൂളിൽ പോകാൻ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുമ്പോൾ വിളിച്ചാൽ എനിക്ക് തുടങ്ങി. സ്കൂളിൽ പോയില്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെത്താൻ എണീറ്റ് വരുന്നൊരു പ്രകൃതക്കാരൻ. നമ്മൾ റീലിൽ കാണുന്ന ഒത്തിരി കുട്ടിയാണ്. അപ്പോൾ സത്ത നല്ല സുഖമായിട്ട് കിടന്നു. നമ്മൾ സത്തിനോട് എണീക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചങ്കുറിനെ തിരക്കി താപ്പോട്ട് പോവാണ്. ഞാൻ ചങ്കുറിനോട് എണീറ്റപ്പോൾ പറഞ്ഞു, നീ ഫ്രഷ് ആയെങ്കിൽ പോയി പത്രം വായിച്ചു വന്നാൽ പറഞ്ഞു. പക്ഷേ ഞാൻ തിരിച്ച് വന്നപ്പോൾ അവൻ ടി വി വെച്ച് കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ടി വി ഓഫ് ചെയ്തു. ടി വി ഇവിടെ വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഒന്ന് മാറി വന്നിരിക്കുന്ന സമയം അപ്പോൾ ഞാൻ അവനെ പത്രം വായിക്കാൻ വേണ്ടി പറഞ്ഞു വിടുക. നമുക്ക് ടി വി കാണാനാണ് പറഞ്ഞൊക്കെ അവൻ പറയുന്നത്. ഞാൻ മോളെയും നല്ലപോലെ നിർബന്ധിച്ചാണ് ഈ പ്രായത്തൊക്കെ പത്രം വായിപ്പിച്ചുകൊണ്ടിരുന്നത്. അവൾ വായിക്കും, എന്നാൽ ഞാൻ ഇങ്ങനെ വായിക്കാൻ എടുത്തോ ചോദിച്ച് വായിപ്പിക്കുമായിരുന്നു. അതുപോലെ ഇവനും വായിക്കും. പക്ഷേ ഞാൻ കുറച്ചുകൂടെ വൃത്തിയായിട്ട് വായിക്കാൻ വേണ്ടി, അതായത് വായിച്ചാൽ മാത്രം പോലെ വായിക്കേണ്ട രീതി വൃത്തിയായിട്ട് വായിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വായിച്ച് അവൾക്കിപ്പം റീഡിങ് കോമ്പറ്റീഷനൊക്കെ പ്രൈസ് കിട്ടാറുണ്ട്. അപ്പം ഞാനങ്ങനെ ജോലിക്കൊക്കെ പോയിട്ട് വന്നു. പിന്നെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റും. തിരിച്ച് വന്നപ്പോൾ ചങ്കുറിന് തലേദിവസം ഒരു 3 പല്ലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പകരം വേറെ പല്ല് കിളുത്ത് വരുന്നു. അപ്പോൾ അതിന് പിന്നെ ഐസ്ക്രീം മേടിച്ചതായിരുന്നു. ഐസ്ക്രീമൊക്കെ ചങ്കുറ് കുറച്ച് തിന്നു, ബാക്കി സത്തിന് കൊടുത്തു. അപ്പോൾ സത്ത് അത് കഴിക്കുന്നത് നിങ്ങൾ കണ്ടേ. അപ്പോൾ ചങ്കുറ് അത് കഴിഞ്ഞ് ടി വി കാണുക. അപ്പോൾ പിന്നെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി കേട്ടോ. പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസം വൈകിട്ട് തുണി ഉണക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പ്രകൃതിയിൽ വീണ്ടും മനോഹരമായ ഒരു കാഴ്ച കണ്ടു. ഞങ്ങളുടെ പപ്പായ കിളി കുതിർത്തിരുന്നു. അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.